ഇറാൻ നിർമ്മിക്കുന്ന ആണവായുധങ്ങളാണോ അതോ അമേരിക്കയ്ക്ക് ബദലായിട്ട് ഉയർന്നു വരുന്ന പുതിയ ലോകക്രമമാണോ യഥാർത്ഥത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന രാജ്യത്തെ ചൊടിപ്പിക്കുന്നത്? എണ്ണയിൽ തുടങ്ങിയത് എണ്ണയിൽ തന്നെ അവസാനിപ്പിക്കാൻ, ഹോർമസ് കടലിടുക്കിനെ തന്നെ ആയുധമാക്കാൻ ഇറാന് സാധിക്കുമോ? എന്താണ് യഥാർത്ഥ പ്രശ്നം? ഹോർമസ് കടലിടുക്കിന്റെ പ്രാധാന്യം എന്താണ്? 2026 മാർച്ച് മാസം 1-ാം തീയതി ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. പേർഷ്യൻ ഗൾഫിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്ന കൂറ്റൻ എണ്ണക്കപ്പലുകളെല്ലാം യാത്ര നിർത്തിവെച്ചു, അല്ലെങ്കിൽ അവർക്ക് യാത്ര നിർത്തിവെക്കേണ്ടി വന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡിൽ നിന്നുള്ള ഒരു ചെറിയ റേഡിയോ സന്ദേശം മാത്രമായിരുന്നു ഇതിന്റെ പിന്നിലുള്ള കാരണം. ഹോർമസ് കടലിടുക്കിലൂടെ ഇനി ഒരു കപ്പലിനും പോവാൻ അനുവാദമില്ല. യൂറോപ്യൻ യൂണിയനിലെ ഉദ്യോഗസ്ഥർ ഈ വാർത്ത സ്ഥിരീകരിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ ലോകം നടുങ്ങുകയാണ് ചെയ്തത്. നിമിഷങ്ങൾക്കുള്ളിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില കുതിച്ചുയർന്നു. കപ്പലുകൾക്ക് ഇൻഷുറൻസ് കൊടുക്കുന്ന കമ്പനികളെല്ലാം ഒരുപക്ഷെ പരിഭ്രാന്തരായിട്ടുണ്ടാവണം. ചൈനയിലും ജപ്പാനിലും ഇന്ത്യയിലും അടക്കമുള്ള ഭരണാധികാരികളുടെ ഫോണുകൾ അർദ്ധരാത്രിയിൽ പോലും നിർത്താതെ ശബ്ദിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവണം. നമ്മളൊന്ന് ചിന്തിക്കണം, ഇറാന്റെ വെറും ഒരു റേഡിയോ സന്ദേശം മാത്രം മതി ലോക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ഉലയ്ക്കാൻ. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ ചെറിയൊരു കടലിടുക്കിന് ലോകത്തിന് ഇത്രമേൽ വലിയ സ്വാധീനം ഉണ്ടായത് എങ്ങനെയാണ്? ഇറാന്റെ ഓരോ നീക്കത്തിലും അമേരിക്ക ഇത്രയധികം തല പുകയ്ക്കുന്നത് എന്തിനായിരിക്കും? ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങളുടെ അടക്കം പിന്നിൽ ഇറാന്റെ ആണവ പദ്ധതിയാണെന്നാണ് പുറം ലോകത്ത് പറയുന്ന ഔദ്യോഗിക കാരണങ്ങളെങ്കിലും കുറച്ചുകൂടെ ആഴത്തിൽ പരിശോധിച്ചാൽ ഇതിന് പിന്നിൽ മറ്റൊരു വലിയ കാരണം കൂടിയുണ്ട്. എണ്ണയെക്കുറിച്ചും ചൈനയുടെ വളർച്ചയെക്കുറിച്ചും അമേരിക്ക പടുത്തുയർത്തിയ സാമ്പത്തിക സാമ്രാജ്യത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രം തിരിച്ചറിയുന്ന വലിയൊരു കാരണം. നമസ്കാരം, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏഷ്യയുടെ മാപ്പിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ അറേബ്യൻ കടലും അതിനപ്പുറം ഒമാൻ ഉൾക്കടലും കാണാം. അവിടെ രണ്ട് കരകൾ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഇടുങ്ങിയ ഒരു വിടവുണ്ട്. ആ ഇടുങ്ങിയ വഴിയെയാണ് ഹോർമസ് കടലിടുക്ക് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഒരു വശത്ത് ഇറാനും മറുവശത്ത് ഒമാനുമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണയുള്ള രാജ്യങ്ങളാണ് ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾ പേർഷ്യൻ ഗൾഫിന് ചുറ്റുമാണുള്ളത്. ലോകത്തെ ആകെ എണ്ണ ശേഖരത്തിന്റെ പകുതിയോളം നമ്മൾ നോക്കിയാലും ഈ രാജ്യങ്ങളിൽ തന്നെയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പേർഷ്യൻ ഗൾഫിൽ നിന്നും പുറംകടലിലേക്ക് പോകാൻ ഈ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ എന്ന കാര്യമാണ്. ഇതിന് ബദലായി മറ്റൊരു മാർഗവും ഇല്ല. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയോ മറ്റ് ചരക്കുകളോ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് കടൽ മാർഗം പോകണമെങ്കിലും ഈ ചെറിയ കടലിടുക്കിലൂടെ തന്നെ കടന്നു പോകണം. പക്ഷെ കാര്യങ്ങൾ ഇതിലും ഇടുങ്ങിയതാണ് എന്ന് കുറച്ചുകൂടെ സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കപ്പലുകൾക്ക് ഈ 33 കിലോമീറ്ററോളം വരുന്ന ഭാഗങ്ങൾ മുഴുവനായിട്ടും ഉപയോഗിക്കാൻ കഴിയില്ല. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് കപ്പലുകൾക്ക് പോകാൻ ഓരോ ദിശയിലും 3 കിലോമീറ്റർ വീതിയുള്ള പ്രത്യേക വരികൾ മാത്രമേ പാടുള്ളൂ. ആ രീതിയിൽ മാത്രമേ കപ്പലുകൾ പോകാൻ വേണ്ടി പാടുള്ളൂ. ഈ ചെറിയ വഴിയിലൂടെയാണ് ലോകത്തിലെ ആകെ എണ്ണ ചരക്ക് നീക്കത്തിന്റെ 20 മുതൽ 30% ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ LNG ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് കയറ്റുമതി ചെയ്യുന്ന ഖത്തറിന് പുറം ലോകത്തേക്ക് എത്തണമെങ്കിൽ ഹോർമസ് സ്ട്രെയിറ്റ് വഴിയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. ഇനി എണ്ണ കൊണ്ടുപോകാൻ ചില പൈപ്പ് ലൈനുകൾ ഉണ്ട് എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അവയ്ക്ക് പക്ഷേ വൻതോതിലുള്ള എണ്ണയുടെ ഒഴുക്ക് താങ്ങാനുള്ള ശേഷിയില്ല. സൗദി അറേബ്യയ്ക്ക് ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ എന്നൊരു സംവിധാനമുണ്ട്. ഇതിലൂടെ ഹോർമസ് ഒഴിവാക്കി ചരക്ക് ചെങ്കടലിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതുമാണ്. പക്ഷേ ഇതിൻ്റെ പരമാവധി ശേഷി ദിവസവും 50 ലക്ഷം ബാരൽ മാത്രമാണ്. UAEക്കാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്ര തീരത്തേക്ക് മറ്റൊരു പൈപ്പ് ലൈനും ഉണ്ട്. ഇതിൻ്റെ ശേഷി നോക്കുകയാണെങ്കിൽ ദിവസവും 15 ലക്ഷം ബാരൽ മാത്രമാണ്. രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ 65 ലക്ഷം ബാരൽ മാത്രം. എന്നാൽ ഹോർമസ് സ്ട്രെയിറ്റിലൂടെ ദിവസവും ഒഴുകുന്നത് 2 കോടി ബാരൽ എണ്ണയാണ്. 1.35 കോടി ബാരൽ എണ്ണ കൊണ്ടുപോകാൻ നിലവിൽ മറ്റു വഴികളൊന്നും തന്നെയില്ല. ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇപ്പോൾ വരാൻ സാധ്യതയുള്ള ഈ സ്ട്രെയിറ്റിന്റെ പ്രതിസന്ധി കാരണം ലോകത്ത് എണ്ണക്ഷാമം ഉണ്ടാവാൻ സാധ്യതയുള്ള കാരണങ്ങൾ മുന്നേ ആരും ചിന്തിക്കാത്തത് കൊണ്ടല്ല. ഇത്ര വലിയ അളവിൽ ഹോർമസ് സ്ട്രെയിറ്റിനെ ഒഴിവാക്കി പൈപ്പ് ലൈനുകൾ വഴി എണ്ണ കൊണ്ടുപോവുക എന്നത് സാങ്കേതികമായും സാമ്പത്തികമായും പ്രായോഗികമല്ലാത്തൊരു നീക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഹോർമസ് സ്ട്രെയിറ്റിനെ ഒഴിവാക്കി മറ്റൊരു പൈപ്പ് ലൈനിനെ കുറിച്ച് ലോകം ചിന്തിക്കാത്തത്. ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം കൂടെ ഉണ്ട്. ഇറാൻ കടലിടുക്ക് അടയ്ക്കുന്നു എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇറാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഐക്യരാഷ്ട്ര സംഘടനയുടെ കടൽ നിയമങ്ങൾ അനുസരിച്ച് ഇത്തരം അന്താരാഷ്ട്ര കടലിടുക്കിലൂടെ ഏത് രാജ്യത്തെ കപ്പലുകൾക്കും കടന്നു പോകാനുള്ള അവകാശമുണ്ട്. ഈ കടലിടുക്കിന്റെ ഒരു ഭാഗം ഇറാന്റെ പരിധിയിലാണെങ്കിൽ പോലും അവർക്ക് നിയമപരമായിട്ട് ഈ കടലിടുക്കിനെ തടയാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഇറാന്റെ ഭീഷണി ലോകം ഗൗരവമായിട്ട് എടുക്കാൻ കാരണങ്ങൾ പലതാണ്. കടലിടുക്ക് ഔദ്യോഗികമായിട്ട് അടച്ചു എന്ന് പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. കപ്പലുകൾ പോകുന്ന വഴിയിൽ കുറച്ച് കടൽ മൈനുകൾ, നേവൽ മൈൻസ് എല്ലാം
ഇറാൻ വെച്ചു എന്ന് കരുതുക, അല്ലെങ്കിൽ അത്തരത്തിൽ ആക്രമിക്കുമെന്ന ഭീതി ഉണ്ടാക്കിയെന്ന് കരുതുക. ഇനി ഇറാൻ ഫണ്ട് ചെയ്യുന്ന ഏതെങ്കിലും സംഘടനകൾ ഈ ഭാഗത്തുകൂടെ പോകുന്ന കപ്പലുകൾക്ക് തടസ്സം സൃഷ്ടിച്ചു എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ലോക സാമ്പത്തിക രംഗത്തിന് താങ്ങാനാവാത്ത ഒരു വലിയ ആഘാതമായിട്ട് അത് മാറുന്നതാണ്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ലോകത്തെ മറ്റ് രാഷ്ട്രങ്ങൾക്കും ഇടപെടേണ്ട ആവശ്യം വരുന്നതാണ്. വെറും 3 കിലോമീറ്റർ മാത്രമാണ് ഓരോ കപ്പലിനും കടന്നു പോകാനുള്ള വീതി. അത്രയും ചെറിയൊരു വീതി അടയ്ക്കാൻ വലിയ പ്രയാസമുള്ള കാര്യവുമല്ല. എന്നാൽ ഹോർമസ് അടഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് ആരാണ്? അത് അമേരിക്ക ആയിരിക്കുമെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. EIA കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 ഇറക്കുമതി ചെയ്ത എണ്ണയുടെ കണക്കിൽ വെറും 7% മാത്രമാണ് ഹോർമസ് സ്ട്രെയിറ്റ് വഴി അമേരിക്ക ഇറക്കുമതി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നാൽ അമേരിക്കയല്ല അത് കാര്യമായിട്ട് ബാധിക്കുക. ഏറ്റവും വലിയ ആഘാതം ഏൽക്കാൻ പോകുന്നത് ഏഷ്യൻ രാജ്യങ്ങൾക്ക് തന്നെയായിരിക്കും. 2024 ഹോർമസ് വഴി കടന്നുപോയ എണ്ണയുടെ 84% എത്തിയത് ഏഷ്യൻ വിപണികളിലേക്കാണ്. ചൈന, ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ 4 രാജ്യങ്ങൾ മാത്രം ഈ എണ്ണയുടെ 69% ഉപയോഗിക്കുന്നുണ്ട്. ജപ്പാന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്വന്തമായിട്ട് എണ്ണ ശേഖരം തീരെയില്ല. ഹോർമസ് വഴി വരുന്ന എണ്ണ നിന്നു കഴിഞ്ഞാൽ ആഴ്ചകൾക്കുള്ളിൽ ജപ്പാൻ സ്തംഭിക്കുന്നതാണ്. ദക്ഷിണ കൊറിയയുടെ കാര്യം നോക്കിയാലും അവസ്ഥ സമാനം തന്നെയാണ്. ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എണ്ണയുടെ 80% നമ്മൾ ഇറക്കുമതിയാണ് ചെയ്യുന്നത്. ചൈനയുടെ ആകെ ഊർജ്ജാവശ്യത്തിന്റെ 4/1 ഈ കടലിടുക്കിനെ ആശ്രയിച്ചാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇറാൻ ഹോർമസ് സ്ട്രെയിറ്റ് അടയ്ക്കുമെന്ന ഭീഷണി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഇന്ത്യയും ചൈനയും ജപ്പാനും ദക്ഷിണ കൊറിയയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. ഹോർമസ് കടലിടുക്കിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കടലിടുക്കിന്റെ ഇരുവശങ്ങളിലുമായിട്ട് ഒമാനും ഇറാനുമാണുള്ളത്. 2 രാജ്യങ്ങൾക്കും ഈ കടലിടുക്കിൽ തുല്യ സ്ഥാനമാണെങ്കിലും ലോകം ഇറാന്റെ നീക്കങ്ങളെ മാത്രമാണ് ഭയപ്പെടുന്നത്. അതിന്റെ കാരണം എന്തായിരിക്കും? 1971 ബ്രിട്ടീഷുകാർ ഗൾഫ് വിട്ടുപോയ ഉടനെ ഇറാൻ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കം നടത്തിയിരുന്നു. UAE ഭാഗമായിരുന്ന 3 ദ്വീപുകൾ, ഗ്രേറ്റർ ടൂംബ്, ലെസർ ടൂംബ്, അബു മൂസ എന്നീ 3 ദ്വീപുകൾ ഇറാൻ പിടിച്ചെടുത്തിരുന്നു. കപ്പലുകൾ കടന്നു പോകുന്ന ഏറ്റവും ഇടുങ്ങിയ പാതയിലാണ് ഈ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്നും ഈ ദ്വീപുകൾ വിട്ടു നൽകാൻ ഇറാൻ തയ്യാറായിട്ടില്ല. 2025 ഇവിടുത്തെ റവല്യൂഷണറി ഗാർഡ് 15th കോർഡാബ് എന്ന അത്യാധുനിക വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ പോലും ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഒരേ സമയം 6 ലക്ഷ്യങ്ങളെ പിന്തുടരാനും 45 കിലോമീറ്റർ ദൂരപരിധിയിൽ ആക്രമിക്കാനും ഇതിന് ശേഷിയുണ്ട്. അബു മൂസ ദ്വീപിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശബ്ദത്തിനോട് അടുത്ത വേഗതയിൽ സഞ്ചരിക്കുന്ന ഖാദർ എന്ന ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈലുകളും ഉണ്ട്. യാതൊരു റഡാറിനും പിടികൊടുക്കാതെ കടലിനോട് ചേർന്ന് പറന്ന് 300 കിലോമീറ്ററിലധികം ദൂരത്തുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇതിന് കഴിയുമെന്ന് പറയുന്നുണ്ട്. അതിനു പുറമെ 6000-ഓളം കടൽ മൈനുകളും 20-ലധികം മിനി സബ്മറൈനുകളും വേഗതയേറിയ അറ്റാക്കിംഗ് ബോട്ടുകളും ഇറാൻ ഈ മേഖലയിൽ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. 2025 ജൂണിൽ ഇറാൻ സൈന്യം ഇത്തരം മൈനുകൾ കപ്പലുകളിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ടത് ലോകം വലിയ ഗൗരവത്തോടെയാണ് കണ്ടത്. സൈനിക വിദഗ്ധരുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാന്റെ ഇത്തരം നീക്കങ്ങളെ ഒരു സാമ്പത്തിക കെണി അല്ലെങ്കിൽ എക്കണോമിക് ബൂബി ട്രാപ്പ് എന്നാണ് വിളിക്കുന്നത്. അമേരിക്കൻ നാവികസേനയെ നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ ഇറാന് സാധിക്കാത്ത ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇറാന്റെ ലക്ഷ്യം അതല്ല, മറിച്ച് ഹോർമസ് കടലിടുക്കിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ലോകത്തുണ്ടാവുന്ന സാമ്പത്തിക നഷ്ടം വളരെ വലുതായിരിക്കും. അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാമെന്നൊരു സമ്മർദ്ദ തന്ത്രം ഇവിടെ ഒരു പക്ഷേ ബലിച്ചേക്കാം. വെറും 3 കിലോമീറ്റർ വീതിയിലാണ് ഓരോ കപ്പലുകളും പോകുന്നത് എങ്കിലും ഭീഷണി നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. നമുക്കറിയുന്നത് പോലെ തന്നെ ലോക സാമ്പത്തിക ശേഷിയെ പിടിച്ചു കുലുക്കാൻ പോലും ഈ സ്ട്രെയിറ്റിന് സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ നോക്കിയാൽ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഒരു രാജ്യവും ഇറാന്റെ എണ്ണ വാങ്ങാൻ പാടില്ല എന്നതാണ് ഔദ്യോഗിക നിയമം. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക എന്നതാണ് ഈ ഉപരോധങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. അതായത് ഇറാനെതിരെ എണ്ണ എന്ന ആയുധമായിരുന്നു എപ്പോഴും ഉപയോഗിക്കപ്പെട്ടത്. ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധങ്ങളുടെ, ഈ സംഘർഷങ്ങളുടെ കാരണവും എണ്ണ തന്നെയാണ് എന്ന വിലയിരുത്തലുകളുണ്ട്. അതായത് 2024 ചൈന ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് ഏകദേശം 17.8 ലക്ഷം ബാരൽ എണ്ണയായിരുന്നു. ഇത് 2022 കണക്കുകളുടെ ഇരട്ടിയോളമാണ്. ഉപരോധങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് പോലും 2025 ആദ്യ പകുതിയിൽ ഇറാന്റെ എണ്ണ കയറ്റുമതി ദിവസം 17 ലക്ഷം ബാരലായിട്ട് ഉയർന്നിരുന്നു. ഷാഡോ ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന ഒരു രഹസ്യ കപ്പൽ ശൃംഖല വഴിയാണ് ഈ നീക്കങ്ങൾ ഇറാനും ചൈനയും തമ്മിൽ നടത്തി വരുന്നത്. ഇറാനിലെ ചെറുകിട ശാലകൾ എണ്ണ ചൈനയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. വിപണി വിലയേക്കാൾ ബാരലിന് $6 മുതൽ $9 വരെ കുറഞ്ഞ നിരക്കിലാണ്
ഇവർക്ക് എണ്ണ കിട്ടുന്നത്. അതായത് ഇറാൻ ചൈനയ്ക്ക് കുറഞ്ഞ വിലയ്ക്കാണ് എണ്ണ വിറ്റുകൊണ്ടിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങൾ ആരും വാങ്ങാൻ തയ്യാറാവുന്നില്ല, ഉപരോധത്തിലാണ്. ചൈനയ്ക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണയും കിട്ടുന്നു. ഇത് ചൈനയ്ക്ക് ദിവസവും കോടിക്കണക്കിന് ഡോളറിന്റെ ലാഭമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടപാടുകൾ നടക്കുന്നത് ഡോളറിലല്ല എന്ന കാര്യം പ്രത്യേകമായിട്ട് നോക്കണം. മറിച്ച് ചൈനീസ് കറൻസിയായ യുവാൻ വഴിയാണ്. അമേരിക്കൻ ബാങ്കിംഗ് സംവിധാനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ബാങ്കുകൾ വഴിയാണ് ഈ പണം കൈമാറുന്നത് പോലും. 2024 മാത്രം ഇത്തരം കച്ചവടങ്ങൾ വഴി 840 കോടി അമേരിക്കൻ ഡോളറാണ് ഇറാൻ അമേരിക്കയുടെ കണ്ണുവെട്ടിച്ച് ഇറാനിലേക്ക് എത്തിച്ചത്. ചുരുക്കത്തിൽ ലോകത്തിന് മുന്നിൽ ഉപരോധം നടക്കുന്നുണ്ട് എങ്കിലും തിരശീലയ്ക്ക് പിന്നിൽ വലിയ തോതിലുള്ള വ്യാപാരം തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. നിലവിൽ ലോകത്ത് ഏത് രാജ്യങ്ങൾക്കും എണ്ണ വാങ്ങണമെങ്കിൽ ആദ്യം ആ രാജ്യം അമേരിക്കൻ ഡോളർ സമ്പാദിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ഈ സംവിധാനത്തെയാണ് പെട്രോ ഡോളർ എന്നെല്ലാം നമ്മൾ വിളിക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ മുന്നേ ചാനലിൽ ചെയ്തതാണ്. താല്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. ഇന്നെന്തായാലും അമേരിക്ക ചരിത്രത്തിൽ ആ കാര്യങ്ങൾ ചെയ്തു വെച്ചതുകൊണ്ട് തന്നെ 80% ലോകത്ത് നടക്കുന്ന എണ്ണ കച്ചവടങ്ങളും ഡോളറിൽ തന്നെയാണ് നടക്കുന്നത്. ഇവിടെയാണ് ഇറാനും ചൈനയും ചേർന്ന് അമേരിക്കയെ വെല്ലുവിളിക്കുന്നത്. ഇറാൻ തങ്ങളുടെ എണ്ണ ഡോളറിലല്ല, പകരം ചൈനീസ് കറൻസിയായ യുവാൻ വഴിയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഡോളറിന്റെ നിയന്ത്രണമില്ലാതെ ഒരു പുതിയ വിപണി അവർ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഡോളറിന്റെ ആധിപത്യത്തിന് ഒരുപക്ഷെ ഭാവിയിൽ വലിയ വെല്ലുവിളി ആയേക്കാം. ലോകത്തിന്റെ റിസർവ് കറൻസിയിൽ നിന്ന് ഡോളറിന്റെ പങ്ക് 71% നിന്ന് 58% കുറഞ്ഞതും നമുക്ക് കാണാവുന്നതാണ്. 50 വർഷം മുൻപ് പെട്രോ ഡോളർ കരാർ ഉണ്ടാക്കിയ സൗദി, അല്ലെങ്കിൽ ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന സൗദി അറേബ്യ പോലും ഇപ്പോൾ മറ്റ് കറൻസികളിൽ പോലും കച്ചവടം ചെയ്യാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോസും കണ്ടു നോക്കാവുന്നതാണ്. എന്താണെങ്കിലും ഡോളർ തകരുമെന്നൊന്നും ഇതിനർത്ഥം ഉണ്ടാവില്ല. പകരം ഡോളർ ഇല്ലാതെയും ലോകത്ത് ജീവിക്കാൻ കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ആണവായുധത്തെക്കാൾ ഉപരി, വലിയ ബോംബുകളെക്കാൾ ഉപരി ഡോളറിന് പകരമായുള്ള ഈ പുതിയ സാമ്പത്തിക വ്യവസ്ഥ തന്നെ ആയിരിക്കണം അമേരിക്ക ഇത്രയേറെ ചൊടിപ്പിക്കുന്നത്. മുൻപ് ഇറാഖ് തങ്ങളുടെ എണ്ണ ഡോളറിന് പകരം യൂറോയിൽ വിൽക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അവിടെ യുദ്ധം ഉണ്ടായത്. അമേരിക്ക അവിടെ കയറി ആക്രമിച്ചത്. അതിന് പറഞ്ഞ കാരണവും ഇറാഖ് വലിയ രീതിയിൽ ലോകത്തെ നശിപ്പിക്കുന്ന ആയുധങ്ങൾ സ്വരുക്കൂട്ടുന്നു എന്ന കാര്യങ്ങളൊക്കെയായിരുന്നു. ലിബിയൻ ഭരണാധികാരിയായ ഗദ്ദാഫിയുടെ കാര്യവും വ്യത്യസ്തമല്ല. സ്വർണത്തിന് പകരമായിട്ട് എണ്ണ വിൽക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഭരണവും തകർക്കപ്പെട്ടത്. 2012 മുതൽ ഇറാൻ ഡോളറിനെ ഒഴിവാക്കി കച്ചവടം തുടങ്ങിയതോടെയാണ് അവർക്ക് മേലും കടുത്ത ഉപരോധങ്ങളും സൈനിക ഭീഷണിയും ഉണ്ടായി ഉയർന്നു വന്നത്. ഞാൻ ഈ മേൽപ്പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇറാന്റെ ആണവ പദ്ധതി ഒന്നുമില്ല, ഈ കാരണങ്ങളെല്ലാം ഡോളറിനെ ആക്രമിക്കുന്നത് കൊണ്ടാണ് എന്നൊരു അർത്ഥം ഇതിനില്ല. പക്ഷെ അമേരിക്ക ആണവ പ്രശ്നത്തെ ഇറാന്റെ സാമ്പത്തിക നീക്കങ്ങളെ തടയാനുള്ള ഒരു ആയുധമായിട്ട് ഒരുപക്ഷെ ഉപയോഗിക്കുന്നുണ്ടാവാം. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഡോളറിനെ ആക്രമിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇറാനെ ആക്രമിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇറാൻ കരാറുകൾ ലംഘിച്ച് ആണവായുധം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ ലോക പോലീസായ ഞങ്ങൾ ഇടപെടുന്നു എന്ന രീതിയിൽ അവർക്ക് വ്യാഖ്യാനിക്കാനും ഒരുപക്ഷെ എളുപ്പമായിരിക്കാം. പുതിയൊരു ലോകക്രമത്തിന്റെ ഉയർച്ചയും ഡോളറിനെ ചോദ്യം ചെയ്യുന്നതുമാവാം ഒരുപക്ഷെ യഥാർത്ഥത്തിലുള്ള കാരണം. എണ്ണയിൽ തുടങ്ങിയത് എണ്ണയിൽ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. ഒന്നോർത്താൽ വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു കടലിടുക്ക്, കപ്പലുകൾക്ക് പോകാൻ 3 കിലോമീറ്റർ മാത്രം വീതിയുള്ള വഴി, അതിലൂടെ ദിവസവും ഒഴുകുന്നത് 2 കോടി ബാരൽ എണ്ണയാണ്. ഈ വഴിയുടെ നിയന്ത്രണം കയ്യിലുള്ള ഒരു രാജ്യവുമായിട്ടാണ് അമേരിക്ക യുദ്ധം ചെയ്യുന്നത്. ആ രാജ്യത്തിന് പിന്നിലാവട്ടെ വലിയ പണമുണ്ട്. അമേരിക്കൻ ഡോളറിനെ മറികടന്ന് ചൈനയിലേക്ക് ഒഴുകുന്ന കോടിക്കണക്കിന് രൂപയുടെ എണ്ണ കച്ചവടമാണ് ആ പണം ഉണ്ടാക്കി കൊടുത്തത്. ഇറാൻ ഹോർമസ് സ്ട്രൈറ്റ് തടയുമോ? യുദ്ധം എന്ന് അവസാനിക്കും? ആര് വിജയിക്കും? ആരുടെ ഭാഗത്താണ് ന്യായം? എന്തുകൊണ്ടാണ് ഈ യുദ്ധം ഉണ്ടാവുന്നത് എന്ന കാര്യത്തെക്കുറിച്ചെല്ലാം ഒരു അന്തിമ വിധി എഴുതാനല്ല നമ്മൾ ഇന്ന് ഈ കാര്യം സംസാരിച്ചത് എന്ന് മനസ്സിലാക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട സുപ്രധാന അറിവുകൾ പങ്കുവെച്ചു എന്ന് മാത്രം. അടുത്തതായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയം എന്താണെങ്കിലും ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ പറയാവുന്നതാണ്. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.